അടുത്തതായി നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. വിശ്വാസം കൊണ്ടല്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ നാം ഇന്ന് നമ്മുടെ പാപങ്ങളിൽ ഇരിക്കുന്നില്ല. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടിരിക്കുന്നു. 2, നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല. അതൊരു അർത്ഥശൂന്യമായ വിഷയമല്ല. അതിനൊരു പ്രതീക്ഷയുണ്ട്, അതിനൊരു പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം അർത്ഥശൂന്യമായ അല്ലെങ്കിൽ വ്യർത്ഥമായ ലക്ഷ്യമില്ലാത്ത ഒന്നല്ല എന്ന് നാം പറയുന്നു? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ. അതിലാണ് നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത്, വിശ്വാസം അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള പോയിന്റിലാണ് വിശ്വാസത്തിന്റെ എല്ലാ വിഷയങ്ങളും കൊണ്ടുപോയി കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. ഏത് വിശ്വാസത്തിന്റെ വിഷയമെടുത്താലും അതിന്റെ അടിസ്ഥാനം കൊണ്ടുപോയി അത് ബന്ധിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വിഷയത്തിലാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാം ഇന്ന് നമ്മുടെ പാപങ്ങളിലല്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല. നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമുണ്ട്, നമ്മുടെ വിശ്വാസത്തിന് ലക്ഷ്യമുണ്ട്, നമ്മുടെ വിശ്വാസത്തിന് പ്രത്യാശയുണ്ട്, നമ്മുടെ വിശ്വാസത്തിന് തീർച്ചയായും ഒരു ലക്ഷ്യബോധമുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് രണ്ടാമത്തെ അനുഗ്രഹം അതാണ്. ഇനി മൂന്നാമത്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. 20-ാം വാക്യം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി ഉയർപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള ആ സബ്ജക്ട് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെടുത്തി ഒരു 4-5 വിഷയം അപ്പോസ്തലനായ പൗലോസ് അവിടെ സ്ഥാപിക്കുക. അതില് ഒന്നാമത്തെ വിഷയം, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുകൊണ്ട് അവൻ പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് പിതാവിന്റെ വലഭാഗത്ത് ഇന്ന് ക്രിസ്തു ഇരിക്കുന്നത്. യേശു ക്രിസ്തു പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നത് കൊണ്ട് നമുക്കെന്തോ പ്രയോജനം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ? ക്രിസ്തു പിതാവിന്റെ വലഭാഗത്തിരുത്തപ്പെട്ടതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഉണ്ടായ പ്രയോജനം എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനമായി 4 പ്രയോജനങ്ങൾ ഒന്നുണ്ടായി, ഇനിയിപ്പോ 3 ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്, ക്രിസ്തു പിതാവിന്റെ വലഭാഗത്തേക്ക് പോയതുകൊണ്ട് ഒന്നാമതുണ്ടായ പ്രയോജനം, പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് അയച്ചു തന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇഹലോകത്തിലായിരുന്നപ്പോൾ, ശരീരത്തിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോകും, പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. അവൻ പിതാവിന്റെ വലഭാഗത്തേക്ക്, അതാണ് അപ്പോസ്തല പ്രവൃത്തി 2:33 വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലന്റെ പെന്തിക്കോസ്താലിന്റെ പ്രസംഗത്തിലെ ഒരു പ്രധാന പോയിന്റ് അതാണ്. അവൻ പിതാവിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയത്തെ പിതാവിനോട് വാങ്ങിച്ച് നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു. യേശുക്രിസ്തു പിതാവിന്റെ വലഭാഗത്തേക്ക് പോയതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. പരിശുദ്ധാത്മാവിനെ കിട്ടിയവർ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ പിതാവിന്റെ വലഭാഗത്തേക്ക് പോയതുകൊണ്ടുണ്ടായ ഒരു പ്രയോജനം അതാണ്. രണ്ടാമത്, പിതാവിന്റെ വലഭാഗത്തേക്ക് അവൻ പോയതുകൊണ്ട് ഇന്ന് അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നു, അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 3 നിലവാരത്തിലാണ് പക്ഷപാതം ചെയ്യുന്നത്. ഒന്ന്, രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യർക്കും വേണ്ടി പിതാവായ ദൈവത്തിന്റെ വലഭാഗത്ത് ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. 2, വിശ്വാസികളായ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബലഹീനതകൾക്ക് വേണ്ടി, അത് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് 1-2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ പാപം ചെയ്തു എങ്കിലോ കർത്താവായ യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ, ഇംഗ്ലീഷിൽ അഡ്വക്കേറ്റ്, ബൈബിളിൽ അഡ്വക്കേറ്റ് എന്ന പദം ഒരേ ഒരു സ്ഥാനത്ത് മാത്രം ഉപയോഗിച്ചിരിക്കുന്ന അത് ഇവിടെയാണ്. അവനൊരു വക്കീലിനെ പോലെ പിതാവിന്റെ വലഭാഗത്ത് ഒരു ദൈവ പൈതലിനു വേണ്ടി വാദിക്കുന്നു എന്നാണ്.
ഒരു വക്കീലിനെ പോലെ വാദിക്കുന്നു. മധ്യസ്ഥം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക പോയിന്റാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബലഹീനതകൾ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് എഴുതുന്നു. ഒരുപക്ഷെ പാപം ചെയ്തുവെങ്കിലോ ആ പാപം എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായി തിരിക്കാം. മരണത്തിന് ഹേതുവായ പാപം, മരണത്തിന് ഹേതുവല്ലാത്ത പാപം. യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, മരണത്തിന് ഹേതുവായ പാപമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മരണത്തിന് ഹേതുവല്ലാത്ത പാപം എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ പ്രവേശിച്ചാൽ അതിനുവേണ്ടി നമുക്ക് വേണ്ടി ഒരു വക്കീലിനെ പോലെ പിതാവായ ദൈവത്തിന്റെ മുൻപാകെ യേശുക്രിസ്തു വാദിക്കുന്നു. ക്ഷമിക്കണമേ എന്നല്ല അവിടെ പറയുന്നത്. യേശുക്രിസ്തു അവിടെ നമ്മുടെ ഒരു വിഷയത്തിന് വേണ്ടി വാദിക്കുമ്പോൾ അല്പം ചില ന്യായങ്ങൾ കൂടെ, എങ്ങനെയാ ന്യായങ്ങൾ എടുത്തു വയ്ക്കുന്നതെന്നറിയാമോ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബലഹീനത വന്നു എന്നിരിക്കട്ടെ, അത് പിതാവിന്റെ മുൻപാകെ അവതരിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്: പിതാവേ, അവൻ കേവലം പൊടിയല്ലേ, മണ്ണല്ലേ, മനുഷ്യന്റെ സ്വഭാവമല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയില്ലേ? അവൻ ദൈവമല്ലല്ലോ, ദൈവമായി തീർന്നിട്ടില്ലല്ലോ, ഇപ്പോഴും മരുഭൂമിയിലല്ലേ എന്നിങ്ങനെയുള്ള ന്യായങ്ങൾ എടുത്ത് നിരത്തി പിതാവിനെ കൊണ്ടത് പറയിച്ച്, അതിനൊരു എക്സാമ്പിളാണ് മോശ ദൈവത്തോട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി വാദിക്കുമ്പോൾ ദൈവം പറയുന്നു, നീ എന്റെ മുൻപിൽ നിന്ന് മാറ്, ഞാൻ ഇവരെ സംഹരിക്കട്ടെ എന്ന് ദൈവം പറയുമ്പോൾ മോശ പറയുകയാണ്, അയ്യോ ദൈവമേ, അതെന്തൊരു മോശമാണ്, ജാതികളെല്ലാം കേൾക്കില്ലേ? നീ അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നു, പാലും തേനും ഒഴുകുന്ന കനാനിൽ കൊണ്ടുപോയി എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നീ അവരെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് വന്നതല്ലേ? അതല്ലേ ഞാൻ പ്രസംഗിച്ചത്? ജാതികളെല്ലാം അത് കേട്ടതല്ലേ? നീ മരുഭൂമിയിൽ ഇവരെ കൊന്നുകളഞ്ഞാൽ ഇത് കേൾക്കുന്ന ജാതികൾ പറയും, ഓ, ഒരു വലിയ ദൈവം, ഒരു ഉന്നതനായ ദൈവം എന്ന് പറഞ്ഞു ഈ ജനത്തെ എല്ലാം കൂടെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുപോയി എത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് താണ്ട മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു എന്ന് പറയും. ദൈവമേ, നിനക്കത് മോശമല്ലേ? നിന്റെ നാമത്തിനത് മോശമല്ലേ എന്ന് പറഞ്ഞപ്പോ ദൈവം തമ്പുരാൻ പോലും അല്പം തലകുനിച്ചില്ല. ശരിയാ, എന്നാ ഞാന് സമ്മതിച്ചിരിക്കുന്നു. ഇതേപോലാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി വാദിക്കുന്നത്, ഒരു അഡ്വക്കേറ്റിനെ പോലെ. പിതാവിന്റെ വലഭാഗത്ത് നമുക്കൊരൊറ്റ വക്കീലേ ഉള്ളൂ കേട്ടോ. ഭൂമിയിലും സ്വർഗത്തിലും നമുക്കൊരൊറ്റ വക്കീലേ ഉള്ളൂ. അത് കൊട്ടാരക്കര ബാറിലെ വക്കീലല്ല, തിരുവനന്തപുരത്തെയും വക്കീലല്ല, നമുക്കൊരൊറ്റ വക്കീലേ ഉള്ളൂ. ആ വക്കീലിന്റെ അടുക്കലാണ് നമ്മുടെ കേസല്ല, പരാതിയല്ല. ദൈവത്തിന് സാധ്യം. വക്കീൽ മാറി കേസ് ഫയൽ ചെയ്യല്ലേ? ഒരൊറ്റ വക്കീൽ മാത്രം നമ്മുടെ സകല വിഷയങ്ങളും പരിഗണിക്കുവാൻ അങ്ങോട്ട് ഏൽപ്പിച്ചേക്കണം എല്ലാം. ചിലത് മാറിപ്പോകുന്നത് കൊണ്ടാണ് പരിഹാരം ഉണ്ടാകാത്തത്. ആർക്കേലും പരാതി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ ഒരു പുതിയ വക്കീലിനെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. എല്ലാമായിട്ട് അങ്ങോട്ട് ചെല്ലുവാൻ, അവസ്ഥ അറിഞ്ഞ് സഹായിക്കും. ഈ ലോകത്തിലെ വക്കീലന്മാരെന്ന് പറഞ്ഞാൽ രണ്ടു വശത്ത് നിൽക്കുന്നവരാണ്. വാദിയുടെ നിന്നും ചില്ലറ മേടിക്കും, പ്രതിയുടെ നിന്നും മേടിക്കും. വാദിയെ കാണുമ്പോൾ അതുപോലെ പറയും, വിഷമിക്കേണ്ട, ഞാൻ ഏറ്റെന്ന്. പ്രതിയെ കാണുമ്പോൾ അവരുടെ നിന്നും ചില്ലറ മേടിച്ചിട്ട് പറയും, വേണ്ട, ഞാൻ ഏറ്റെന്ന് പറയും. അവസരം പോലെ നിൽക്കുന്ന വക്കീലുമാർ ഈ ലോകത്തിലുള്ളപ്പോൾ നമ്മുടെ നിലവാരം പറഞ്ഞ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന, വാദിക്കുന്ന ഒരേ ഒരു വക്കീൽ യേശു നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? അവനൊരു അഡ്വക്കേറ്റിനെ പോലെ പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, മൂന്നാമത്തെ അവന്റെ മധ്യസ്ഥം കൊണ്ടുള്ള പ്രയോജനം, നാം ശോധനയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, അതാണ് യേശു പത്രോസിനോട് പറയുന്നത്, ശീമോനെ, ശീമോന്, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. പക്ഷേ ആ ഭാഗം പഠിക്കുമ്പോഴേ വലിയൊരു മർമ്മം നമുക്ക് കാണാൻ കഴിയും. സാത്താൻ വന്ന് യേശുവിന്റെ അടുക്കൽ പത്രോസിന് വേണ്ടി അനുവാദം ചോദിക്കുമ്പോൾ, ഒന്നാമത്തെ പോയിന്റ്, കർത്താവ് അനുവദിക്കാതെ ഒരുവനെ തൊടാൻ സാത്താന് സാധ്യമല്ല. അവൻ എത്ര അലർന്ന സിംഹം പോലെ ചുറ്റിക്കറങ്ങി നടന്നാലും ദൈവം തമ്പുരാൻ നമുക്ക് ചുറ്റും ഒരു വര വരച്ചിട്ടുണ്ട്, അതിനപ്പുറത്ത് നിൽക്കുകയല്ലാതെ സാത്താൻ ഇങ്ങോട്ട് അടുക്കാൻ പറ്റുകയില്ല. ആ വരയ്ക്ക് അപ്പുറത്ത് നിൽക്കാനേ അവന് കഴിയത്തുള്ളൂ. ഇനി ഇങ്ങോട്ട് കയറാൻ കഴിവില്ലാത്തത് കൊണ്ട്, നമ്മുടെ കർത്താവിന്റെ അനുവാദമില്ലാതെ ആ വരയ്ക്കിപ്പുറം കയറാൻ കഴിയാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ വരയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അവൻ വലിയ ശബ്ദമൊക്കെ കാണിച്ച്, കണ്ണുമൊക്കെ ഉരുട്ടി, പല്ലുമൊക്കെ കാണിച്ച് വിരട്ടാൻ ശ്രമിക്കും. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ
ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നു. എന്നാ എന്താ വിഴുങ്ങാത്ത? ചുറ്റിത്തിരിയുന്നതേ ഉള്ളൂ, കറങ്ങുക. കാരണം ഒരു ദൈവ പൈതലിന് ചുറ്റും ദൈവത്തിന്റെ അഗ്നിമതിലുള്ള സൂക്ഷിപ്പുള്ളതിനാൽ അത് മറികടന്ന് അകത്തു വരുവാൻ ഒരു സാത്താന്യ ശക്തിക്കും സാധ്യമല്ല. അവനതറിയാവുന്നത് കൊണ്ട് കർത്താവിന്റെ അടുക്കൽ പതിയെ സൂത്രത്തിൽ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്കൊരു സാങ്ഷൻ തരണം, ഒരനുവാദം. എന്തിനാ സാത്താനെ? ആ പത്രോച്ചനെ ഒന്ന് പരീക്ഷിക്കാൻ. അവൻ വലിയ വിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അവന്റെ വിശുദ്ധിയൊക്കെ നമുക്ക് അറിഞ്ഞുകൂടായോ? അതുകൊണ്ട് അവനെ ഒന്ന് പരീക്ഷിക്കാൻ. എന്നാൽ യേശു പറഞ്ഞില്ല. സാത്താൻ വന്ന് ഈ പത്രോസിന്റെ കാര്യം യേശുവിന്റെ മുൻപാകെ അവതരിപ്പിക്കുമ്പോൾ, അവൻ എന്റെ ശിഷ്യനാണ്, നീ അവനെ തൊട്ടുപോകരുത് എന്നെന്താ പറയാഞ്ഞ്? അതും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. വാസ്തവത്തിൽ കർത്താവ് അങ്ങനെ പറയേണ്ടതായിരുന്നു. നമ്മളെ സംബന്ധിച്ച് അനുവാദം ചോദിക്കുവാൻ സാത്താൻ കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുമെന്നാണ് നാം സാധാരണ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കർത്താവ് അങ്ങനെ പറയത്തില്ല. കർത്താവ് പറയുന്നു, ശരി, ഞാൻ അനുവദിച്ചിരിക്കുന്നു. സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ പത്രോസിനെ സാത്താന്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് യേശു സ്വസ്ഥമായി ഉറങ്ങുകയല്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ പിതാവിന്റെ അടുക്കലേക്ക് പോയിട്ട് പിതാവിനോട് പറയുക, പിതാവേ, സാത്താൻ വന്ന് പത്രോസിനു വേണ്ടി, അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്നോട് അനുവാദം ചോദിച്ചു. ഞാൻ അനുവാദം കൊടുത്തു. അവൻ പരീക്ഷിക്കുകയാണിപ്പോൾ. ഈ പരീക്ഷയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ വിശ്വാസം തെജിക്കാതിരിപ്പാൻ നീ അവന്റെ പേരിൽ കൃപ പകരണമേ എന്ന് പിതാവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അഗ്നി ശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ ഒരു കാര്യം പഠിക്കണം, മനസ്സിലാക്കിക്കൊള്ളണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷയില്ലാത്ത ജീവിതമല്ല, അത് തീക്കകത്തൂടെ കടന്നു പോകുന്ന ജീവിതമാണ്. ഇന്ന് പകൽക്കാലം ദൈവം എന്നെ ഏൽപ്പിച്ച ആത്മാക്കൾക്ക് ഞാൻ ദൂത് കൊടുക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ ആ വിഷയം ഒന്ന് എടുത്തു പറയുകയുണ്ടായി. ദൈവം പറഞ്ഞു മോശയോട്, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു, അവരുടെ കഷ്ടത കണ്ടു, അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാൻ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. വിടുവിക്കുന്ന കാര്യവും പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാനിൽ കൊണ്ടുപോകുന്ന കാര്യവും പറഞ്ഞു. ഇടയ്ക്കുള്ള കാര്യം പറഞ്ഞില്ല. ഒരു വലിയ വഞ്ചന കാണിച്ചു. ഈ ഇറക്കി പുറപ്പെടുവിച്ച് കൊണ്ടുവന്നപ്പോൾ തമ്പുരാൻ പറയേണ്ടതായിരുന്നു, മോശെ നീ അവരോട് പ്രസംഗിക്കുക, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കും, 40 വർഷം മരുഭൂമിയിലൂടെ നടത്തും, നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന ചെങ്കടലിന്റെ നടുവിലൂടെയാണ്, മാത്രമല്ല നിങ്ങൾ മാറായിൽ ചെല്ലേണ്ടി വരും, അവിടെ കയ്പ് വെള്ളമായിരിക്കും കിട്ടുന്നത്, പിന്നെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭക്ഷണമെന്ന് പറയുന്നതേ കാണുകയില്ല, കൈവശമുള്ളതെല്ലാം തീരും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഒരൊറ്റ ഒരെണ്ണവും ഇറങ്ങി പുറപ്പെടത്തില്ല. ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ മുമ്പിൽ ചെങ്കടലും ഇരുവശത്തും 2 പർവ്വതങ്ങളും തല ഉയർത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ജനമെല്ലാം കൂടെ പാസ്റ്റർ മോശയെ ചുറ്റി നിന്ന് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, മിസ്രയീമ്യർക്ക് വേല ചെയ്യാൻ ഞങ്ങളെ വിട്, മരുഭൂമിയിൽ മരിക്കാൻ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോഴവർ പറയുകയാണ്, മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് ഇഷ്ടിക ചുടുന്നതാണ് നല്ലത്. ഇപ്പൊ പറഞ്ഞതാ, അധിക ദിവസമൊന്നും ആയില്ല. അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് പാട്ടുമൊക്കെ പാടി, കുഞ്ഞാടിന്റെ മാംസമൊക്കെ തിന്ന്, കയ്യിൽ വടിയൊക്കെ പിടിച്ച കാലിന് ചെരുപ്പുമൊക്കെ ഇട്ട് നല്ല പാട്ടുമൊക്കെ പാടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ദിവസങ്ങൾ അധികമായില്ല. ചെങ്കടലിന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ മുമ്പിൽ ചെങ്കടലും ഇരുവശത്തും 2 വന്മലയും പുറകിൽ ഫറവോനും സൈന്യത്തെയും കണ്ടപ്പോൾ മോശയെ തടഞ്ഞു പിടിച്ച് ഖരാവോ ചെയ്ത് പിടിച്ചു നിർത്തിയേച്ച് പറയുകയാണ്, നീ ഞങ്ങളെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ ചാകുന്നതിനേക്കാൾ പഴയ മിസ്രയീമിലെ ഇഷ്ടിക ചൂളയിലെ പണിയായിരുന്നു നല്ലതെന്ന്. ഇതാണ് ജനത്തിന്റെ സ്വഭാവം. കർത്താവിന് അതറിയാവുന്നത് കൊണ്ട് ഈ കാര്യം നേരത്തെ പറഞ്ഞതേയില്ല. എന്നാൽ വിടുവിച്ച് കൊണ്ടുവന്ന ദൈവം അവരുടെ സ്വന്തമായ പ്ലാൻ താറുമാറാക്കിയിട്ട് ദൈവം തയ്യാറാക്കിയ പ്ലാനിലൂടെ, ദൈവം തയ്യാറാക്കിയ വഴിയിലൂടെ അവരെ നടത്തി. ക്രിസ്തീയ ജീവിതം മരുഭൂമിയിലൂടെയാണ്, ക്രിസ്തീയ ജീവിതം ചെങ്കടലിന്റെ നടുവിലൂടെയാണ്, ക്രിസ്തീയ ജീവിതം മാറായിലൂടെയാണ്, ക്രിസ്തീയ ജീവിതം മരുഭൂമിയിലൂടെയാണ്, ക്രിസ്തീയ ജീവിതം അഗ്നി സർപ്പത്തിന്റെ നടുവിലൂടെയാണ്. നാം ചുവടുകൾ വെച്ച് നടന്നു നീങ്ങേണ്ടത് അഗ്നി സർപ്പവും തേളും ഉള്ളതായ ഘോരമായ മരുഭൂമിയുടെ നടുവിലൂടെയാണ് പാദം വെച്ച് ചവിട്ടി നീങ്ങേണ്ടത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇതിന്റെ മധ്യത്തിലും
ഈ അഗ്നി സർപ്പത്തിന്റെ നടുവിലും കഠിനമായ വിഷമുള്ള പേളുകളുടെ നടുവിലും നമ്മുടെ പാദം വെച്ച് ചവിട്ടി നീങ്ങുമ്പോഴും ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഒരെണ്ണവും കടിക്കുകയില്ല. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് സൂക്ഷിപ്പായിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന ജീവിതമാണ്. എന്നാൽ പരീക്ഷയ്ക്ക് വേണ്ടി സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവ് മൗനമായിരിക്കുകയല്ല, പിതാവിനോട് പറയുന്നു, പിതാവേ, അവനെ സാത്താൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ അഗ്നി പരീക്ഷയിലൂടെ കടന്നു പോവുകയാണ്, നീ അവന്റെ മേൽ അളവറ്റ കൃപയെ പകരണമേ, അളവറ്റ കൃപയെ പകരണമേ, അളവറ്റ കൃപയെ പകരണമേ. പിതാവിനെ ബന്ധപ്പെടുത്തി മുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ട് നിർത്തുകയല്ല. പിതാവേ, പിതാവ് ഓരോരുത്തരുടെ പേര് പറഞ്ഞാ പറയുന്നത്. പിതാവേ ആ തോമസ്, പിതാവേ ആ പീറ്റർ, പിതാവേ ആ മറിയം, അഗ്നി പരീക്ഷയിലൂടെ പോവുക. നീ ഇപ്പോഴാണ് കൃപ പകരേണ്ടത്, കൃപ പകരേണ്ടത്. വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ അവന് വേണ്ടി അപേക്ഷിക്കുകയാണ്, ഞാൻ അവൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന പല നിലയിലായിരിക്കാം. അതിലൊന്നാണ് എല്ലാവരാലും കൈവിടപ്പെടുന്ന, ആരും സഹായമില്ലാതിരിക്കുന്ന. ചിലർ പരാതി പറയാറുണ്ട്, എന്റെ അടുക്കലും പരാതി പറയാറുണ്ട്, ഞാനും ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അറിയുന്ന ആരുമില്ല, എന്റെ നിലവാരം അറിയുവാൻ ആരുമില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില പ്രത്യേക അവസരങ്ങളിൽ എല്ലാ വാതിലുകളും അടഞ്ഞ്, എല്ലാ മുഖങ്ങളും തിരിഞ്ഞു നിന്ന്, എല്ലാ പുറവും തിരിഞ്ഞു നിന്ന്, എല്ലാവരാലും കൈവിടപ്പെട്ടപ്പോൾ ഞാനും അമ്പരന്നു പോയി, എല്ലാവരാലും കൈവിടപ്പെട്ടുപോയി എന്ന്, ആരും സഹായമില്ലയോ എന്ന്. എന്നാൽ ആ സമയത്തും പകലും രാത്രിയിലും ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുവൻ പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവന്റെ വിശ്വാസം പോയി പോകല്ലേ, അവന്റെ മേൽ കൃപ പകരണമേ, പിതാവേ കൃപ പകരണമേ, പിതാവേ കൃപ പകരണമേ. ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി അറിഞ്ഞുകൊള്ളുവിൻ, വിശ്വസിച്ചുകൊള്ളുവിൻ. പിതാവായ ദൈവം നമുക്ക് വേണ്ടി എന്ത്, പിതാവായ ദൈവത്തോട് നമുക്ക് വേണ്ടി പുത്രനായ ക്രിസ്തു എന്തു പറയുന്നു, അത് പിതാവിന് ചെയ്യാതിരിപ്പാൻ നിവർത്തിയില്ല. ഏത് പോയിന്റ് വെച്ചാണ് അങ്ങോട്ട് അപേക്ഷിക്കുന്നതെന്നറിയാമോ? ഒരു പോയിന്റാണ് വെക്കുന്നത്. പിതാവിനോട് ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ യേശു ക്രിസ്തു ആദ്യമായി പറയുന്നത്, ഞാൻ മരിച്ചത് അവനു വേണ്ടി കൂടെയാണ്, ഞാൻ ക്രൂശ് ചുമന്നത് ആ വ്യക്തിക്ക് കൂടെയാണ്, ഞാൻ മുൾക്കിരീടം ചുമന്നത് ആ വ്യക്തിക്ക് കൂടെയാണ്, ഞാൻ രക്തം ചിന്തിയത് ആ വ്യക്തിക്ക് കൂടെയാണ്. അതുകൊണ്ട് പിതാവേ, ഞാൻ ആവശ്യപ്പെടുന്ന ആവശ്യം നീ ആ വ്യക്തിക്ക് ഗ്രാന്റ് ചെയ്തേ മതിയാകൂ, അനുവദിച്ചേ മതിയാകൂ. അപ്പോൾ പിതാവ് തന്റെ മുഖത്തേക്ക്, പുത്രന്റെ മുഖത്തേക്ക് നോക്കും. ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു വലിയ സ്കൂളിന്റെ ഉടമസ്ഥൻ, മാനേജർ, ഒരു വലിയ സ്കൂളാണ്, അദ്ദേഹത്തിന് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകൻ കൗമാരപ്രായത്തിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചുപോയി. ആ വാഹനാപകടത്തിൽ മരിച്ച ഒരേ ഒരു മകന്റെ വേർപാട് നിമിത്തം ആ പിതാവ് തകർന്നുപോയി. ഈ സ്കൂളിൽ ഇദ്ദേഹം ഇരിക്കുന്ന റൂമിന് മുകളിൽ, തന്റെ ചെയറിന് മുകളിൽ തന്റെ മകന്റെ വലിയ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ തൂക്കിയിട്ടു. ഈ മകൻ മരിച്ച ദിവസം ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ, ഈ മകന്റെ മരണ ദിവസം ഹെഡ് മാസ്റ്റർ പതിയെ ഈ മാനേജറുടെ റൂമിൽ വന്നു. പല ആവശ്യങ്ങളുമായിട്ട് ഹെഡ് മാസ്റ്റർ നിവേദനം സമർപ്പിക്കുമ്പോൾ ആവശ്യങ്ങൾ, സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്കൂളിന്റെ ആവശ്യങ്ങൾ, സാർ നമുക്കൊരു പുതിയ ബിൽഡിംഗ് വേണം, സാർ നമുക്ക് കുറെ ബെഞ്ചുകൾ വേണം, നമുക്ക് കുറെ വാഹനങ്ങൾ വേണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ പല പ്രാവശ്യം ഈ മാനേജറുടെ മുമ്പിൽ അവതരിപ്പിച്ചാലും ഈ മാനേജർ പെട്ടെന്നൊന്നും അനുവദിക്കത്തില്ല. ചില കാര്യങ്ങൾ 10 കാര്യം ചോദിച്ചാലും ഒരു കാര്യമല്ലോ അനുവദിക്കും. അങ്ങനെയാണ് ഈ മാനേജറുടെ സ്വഭാവം. എന്നാൽ ഈ ഹെഡ് മാസ്റ്റർ വലിയ ബുദ്ധിമാനായിരുന്നു. ഈ മകന്റെ മരണ ദിവസം, 1 വർഷം തികഞ്ഞ ദിവസം, ഈ ഹെഡ് മാസ്റ്റർ പതിയെ മാനേജർ റൂമിലേക്ക് വന്നു. ആദ്യമായിട്ട് പറഞ്ഞു, സാർ അങ്ങയുടെ മകൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി അല്ലേ? എത്ര ഭയങ്കരമായിരുന്നു മരണം. അപ്പോൾ ഈ പിതാവ് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്റെ മകൻ മരിച്ചു, എന്റെ എല്ലാമായിരുന്നു, എന്റെ സകല സ്വത്തിനും അവകാശി എന്നിങ്ങനെ പറഞ്ഞു കരയാൻ തുടങ്ങി. പൊട്ടി വിങ്ങി കരയുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഈ ബുദ്ധിമാനായ ഹെഡ് മാസ്റ്റർ പറയാണ്, സാർ നമുക്ക് 2 ബസ് കൂടെ വാങ്ങിക്കണം നമ്മുടെ സ്കൂളിൽ. ഉടനെ അത് സാങ്ഷൻ ചെയ്തു. മകന്റെ മുഖത്തേക്ക് നോക്കും, ഇത് സാങ്ഷൻ ചെയ്യും. സാർ
നമുക്കൊരു സ്കൂൾ കെട്ടിടം കൂടെ വേണം. ഓക്കെ, അതും സാങ്ഷൻ ചെയ്ത്. സാർ നമുക്ക് പുതിയ കുറെ ബെഞ്ചസ് കൂടെ വേണം. ഉടനെ അത് സാങ്ഷൻ ചെയ്തു. ബുദ്ധിമാനായ ഹെഡ് മാസ്റ്റർ എല്ലാം സാങ്ഷൻ ചെയ്തു. ഇതുപോലാണ് പുത്രനായ ക്രിസ്തു പിതാവിന്റെ വലഭാഗത്തിരിക്കുമ്പോൾ അവൻ താൻ സഹിക്കുന്ന പാടുകൾ, അവന്റെ തലയിലെ മുൾക്കിരീടം വെച്ചടിച്ച മുറിവുകൾ, കൈകാലുകളുടെ മുറിവുകൾ, മുതുകത്തെ ആ ചമ്മട്ടി കൊണ്ട് അടിച്ചുള്ള മുറിവുകൾ, അതിപ്പോഴും ഉണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പുത്രനായ ക്രിസ്തു പിതാവിന്റെ വലഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുമ്പോൾ, പിതാവേ, ഞാൻ ക്രൂശിൽ മരിച്ചത്, ഞാൻ പാട് സഹിച്ചത്, മുറിവേറ്റത്, രക്തം ചീന്തിയത് ആ ഒരു വ്യക്തിക്ക് കൂടെ വേണ്ടിയാണ്. അതുകൊണ്ട് പിതാവേ, നീ ആവശ്യം അവൻ അനുവദിക്കുമാറാകണമേ, അവൻ അനുവദിക്കുമാറാകണമേ, അത് നിവർത്തിച്ചു കൊടുക്കണമേ, അത് നിവർത്തിച്ചു കൊടുക്കണമേ, അവന്റെ മേൽ കൃപ പകരണമേ, അവന്റെ ഈ ആവശ്യങ്ങൾ നിറവേറ്റണമേ. അതുകൊണ്ടാണ് യേശു ജീവനോടിരിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ഇനി നിങ്ങൾ ചോദിപ്പീൻ. എന്റെ പേര് പറഞ്ഞ് ചോദിക്കുക, പിതാവ് എല്ലാം ഗ്രാന്റ് ചെയ്യും, എല്ലാം സാങ്ഷൻ ചെയ്യും. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ അവസാനത്തിൽ നമ്മൾ ഈ വാചകം ചേർക്കുന്നത്, യേശുവിൻ നാമത്തിൽ പിതാവേ. നീ എന്റെ പ്രാർത്ഥന മുഴുവൻ കേൾക്കേണ്ടത് പുത്രന്റെ നാമത്തിലാണ്. നിന്റെ പുത്രനെ ഓർത്ത് ഇതെല്ലാം അനുവദിച്ചു തരുമാറാകണമേ. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അയക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം ഉടൻ സാങ്ഷനായി വരിക. കാരണം അവൻ പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നു. ഹല്ലേലൂയ! കൈയുയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നത് കൊണ്ട് അപേക്ഷിക്കുന്ന അപേക്ഷകൾ ഒന്നും റിജക്ട് ചെയ്യാതെ, ഒന്നും തള്ളിക്കളയാതെ മുഴുവനും നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നു. കാരണം അവൻ പിതാവിന്റെ വലഭാഗത്തുള്ളതിനാൽ, അവൻ പിതാവിന്റെ വലഭാഗത്തുള്ളതിനാൽ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ആധാരം. അതുകൊണ്ട് നിങ്ങൾ പോയി ചോദിക്കുക, എല്ലാം പുത്രനെ ഓർത്തെല്ലാം അനുവദിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. മൂന്നാമത്തത്, പോയതുകൊണ്ടുള്ള മൂന്നാമത്തെ പ്രയോജനം, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മാറാത്ത പുരോഹിതനായിരിക്കുന്നു. അതൊരു വലിയ വിഷയമാണ്, അവിടേക്ക് പ്രവേശിക്കാൻ സമയമില്ലല്ലോ, ഞാൻ ചുരുക്കട്ടെ. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മാറാത്ത പുരോഹിതൻ, യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന് പല വിശേഷതകളുണ്ട്. ഒന്ന്, കരുണയുള്ള മഹാപുരോഹിതൻ, വിശ്വസ്ത മഹാപുരോഹിതൻ, പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ വിശേഷത പറയുമ്പോൾ, മറ്റൊന്ന് മാറാത്ത പുരോഹിതൻ. ലോകത്തിലുള്ള പുരോഹിതന്മാർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യർ മരണം കൊണ്ട് മാറിപ്പോകുമ്പോൾ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനായിരിക്കുന്നത് കൊണ്ട് മരണം കൊണ്ട് പൗരോഹിത്യത്തിന് മാറ്റം വരുന്നില്ല. ലേവ്യ പൗരോഹിത്യം മരണം കൊണ്ട് മാറിപ്പോകുമ്പോൾ, അഹരോന്റെ ഒരു സമയമായപ്പോൾ ദൈവം മോശയോട് പറയാണ്, നീ അഹരോനെയും കൂട്ടി പർവ്വതത്തിന് മുകളിലേക്ക് കയറ്. പർവ്വതത്തിന് മുകളിൽ പോകുമ്പോ പറഞ്ഞുകൊണ്ട് പോകണം, കൂടെ മകൻ എലയാസറിനെ കൂടെ കൊണ്ടുപോകണം. ഒരു ദിവസം മോശ വന്ന് അഹരോനെ വിളിച്ചു, അച്ചാച്ചോ, ചേട്ടനാ, മൂത്തയെ, നമുക്ക് പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകാം. എന്തിനാ മോശെ? അത് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു, ഇന്ന് അച്ചായന്റെ അവസാനമാ, ഇന്ന് തീരാൻ പോവുക, പൗരോഹിത്യ വസ്ത്രം ഊരേണ്ട ദിവസമാ. അഹരോന് ഹാർട്ട് അറ്റാക്ക് വന്നോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുമ്പേ മോശ കയറിപ്പോകുന്ന പർവ്വതത്തിന് മുകളിലേക്ക് പിന്നാലെ അടിവെച്ച് വിറച്ച കാലുമായി അഹരോനും, തൊട്ടു പിന്നാലെ എലയാസറും. ആ പോകുന്ന പോക്കൊന്ന് ചിന്തിക്കണം, അവരുടെ മനസ്സിന്റെയൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലണം. പർവ്വതത്തിന് എത്തിയപ്പോ മോശ പറഞ്ഞു, വസ്ത്രം ഊരിയാട്ടോ, ഓരോന്ന് ഊരിയാട്ടോ. ഊരി എലയാസറിനെ ധരിപ്പിച്ചു. ദൈവത്തിന് സ്വാതന്ത്ര്യം. ഊരി ധരിപ്പിച്ചൊക്കെ ഇച്ചിരി കഴിഞ്ഞ് 3 പേരുമായി പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയി, 2 പേരുമായിട്ട് ഇറങ്ങി വന്നു. മരണം കൊണ്ട് പൗരോഹിത്യം മാറിപ്പോയി. എലയാസറിന് ശേഷം അവന്റെ മകൻ മരണം കൊണ്ട് പൗരോഹിത്യം, ലേവ്യ പൗരോഹിത്യത്തിന് മാറ്റം വരുമ്പോൾ, യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവന് മാറ്റമില്ലാത്തത് കൊണ്ട് കരങ്ങളെ ഉയർത്തിയവരല്ലേലിയാ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഉള്ള ഒരു വിശേഷതയാണ്.
ഇനി അടുത്തത് നാലാമത്തെ പ്രത്യേകത, അവൻ പിതാവിന്റെ വലഭാഗത്തേക്ക് പോയതിനാൽ നമുക്ക് വേണ്ടി അവൻ അവിടെ ഒരു സ്ഥലത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മണിയറ, ഒരു പുതിയ യെരൂശലേം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വായിക്കുന്നു, ഉയർത്തെഴുന്നേറ്റവൻ പിതാവിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടുള്ള ഒരു പ്രയോജനം, അവൻ പിതാവിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. രണ്ടാമത്തേത് വായിക്കാം, എഫേസ്യർ 1:20 അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും. രണ്ട്, അവിടെ പറയുന്ന വിഷയത്തിൽ രണ്ടാമത്തെ, ഒന്ന് പിതാവിന്റെ വലഭാഗത്തിരുത്തി, രണ്ട് സകല നാമത്തിനും അത്യന്തം മീതെ ഉയർത്തി. സകല നാമം, ഏത് നാമങ്ങളൊക്കെയാണ്? എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും സിംഹാസനങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ഭൂമിയിൽ വിളിക്കപ്പെടുന്ന സകല നാമങ്ങൾക്കും മീതെ ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. എല്ലാ നാമങ്ങൾക്കും മീതെ ഉയർത്തി. അതുകൊണ്ട് എന്താ വിശേഷമെന്നറിയാമോ? ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, ആ എല്ലാ നാമങ്ങൾക്കും മീതെ അവന്റെ നാമത്തെ ഉയർത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും ഈ നാമത്തിന്റെ മുൻഭാഗമടങ്ങും. ഒന്ന്, അധോലോകരുടെ സകല മുഴങ്കാലും ഈ നാമത്തിന്റെ മുൻഭാഗമടങ്ങും. ഏതാണ് ഈ അധോലോകർ? അധോലോകർ എന്ന് പറയുമ്പോൾ ഒന്ന്, മരണത്തിന്റെ അധികാരിയായ പിശാച്. യേശുവിന്റെ നാമം പറയുമ്പോൾ അവന് പേടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരാൾ ഇരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി പറന്നടിക്കുന്ന ആളാണെന്ന. ബൈക്കിൽ പോകുമ്പോൾ കലുങ്കയിൽ ആരെങ്കിലും ഇരുന്നാൽ പോകുന്ന വഴിക്ക് ബൈക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് കാലുകൊണ്ട് അടിക്കുമെന്നൊക്കെയാ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരിക്കലും ഞാൻ ചെങ്ങന്നൂർ ഇരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് വീണ്ടും ഈ സർക്കിൾ ഇൻസ്പെക്ടർ മാറ്റമായി വന്നു. അപ്പോ അവിടുത്തെ നാട്ടുകാർ പറയുകയാണ്, ഇപ്പൊ കലങ്കൽ ഒരുത്തരും കാണാനില്ല. ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി? ബെഞ്ചമിൻ സാർ മാറ്റമായി വന്നു ഇവിടെ. അതെന്താ ഇത്ര വിശേഷത ബെഞ്ചമിൻ സാറിന്? ബെഞ്ചമിൻ എന്ന് പേര് കേൾക്കുമ്പോൾ കലങ്കയിലിരിക്കുന്നവർക്ക് വിറയൽ പിടിക്കും. കാരണം ഈ അടിയുടെ രുചി അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് കേട്ടപ്പോഴാണ് എനിക്ക് എന്റെ വിഷയം പോയത് ഈ സാത്താന്റെ അടുക്കലേക്ക്. മരണത്തിന്റെ അധികാരിയായ സാത്താൻ യേശുവിന്റെ മുൻപാകെ പരാജയം സമ്മതിച്ച് അവന്റെ തല ചതയ്ക്കപ്പെട്ട് ആ മരണത്തിന്റെ അധികാരിയായ സാത്താൻ യേശുവുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയം സമ്മതിച്ചിട്ട് യേശു ചോദിച്ചു, സാത്താനെ നീ തോറ്റോ? വിമ്മിഷ്ടപ്പെട്ട പറഞ്ഞു. അതിനു മുമ്പ് അവന്റെ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ തോറ്റെന്ന്. പറ, തോറ്റോ? തോറ്റു. എന്നാ താക്കോല്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കയ്യിൽ കൊടുത്തു. അന്ന് മുതൽ ഈ പേര് പറയുമ്പോൾ സാത്താന് പറയല. യേശു എന്നുള്ള പേര് പറയുമ്പോൾ സാത്താന് പറയല. കാരണം അവന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളത് ഈ നാമത്തിന്റെ മുൻപാകെയാ. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, സാത്താന്റെ അടുത്തോട്ട് പോകുമ്പോ വേറെ ഏത് പേരും കൊണ്ട് എന്നാലും അവന് യാതൊരു പേടിയുമില്ല. പക്ഷേ ധൈര്യമായിട്ട് ഈ പേരും പറഞ്ഞുകൊണ്ടിയല്ലേ, നസറേയനായ യേശുവിന്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് സാത്താന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കാൽമുട്ടുകൾ വിറയ്ക്കുന്നു. കാരണം ഈ നാമം അധോലോകത്തിന്റെ മുൻപാകെ വിറയ്ക്കുന്ന മടങ്ങുന്ന നാമമാണ്. അതുകൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഗോലിയാത്ത് ചോദിക്കുകയാണ്, നീ ഈ വടിയും ഇതുമായിട്ടൊക്കെ എന്റെ അടുക്കൽ വരാൻ ഞാൻ എന്താ നായാണോ എന്ന് ചോദിക്കുമ്പോൾ ദാവീദ് മറുപടി പറയുകയാണ്, ഗോലിയാത്തെ, നീ വാളും കുന്തവും പരിചയവുമായിട്ട് എന്റെ നേരെ വരുന്നു. എന്റെ കയ്യിൽ വാളില്ല, കുന്തമില്ല. എന്നാ ഗോലിയാത്ത് പറഞ്ഞ ആ വാചകം ശ്രദ്ധിക്കണം. ദാവീദ് പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. ദാവീദിന്റെ കയ്യിലുള്ള ആയുധം ഒരു കവണയാണ്. അവന്റെ കൈ പൊക്കണത്തിൽ 5 മിനുസമുള്ള കല്ലുണ്ട്. എന്നാ ദാവീദ് എന്താ പറയാ, ഞാൻ ഗോലിയാത്തെ, എന്റെ കയ്യിൽ ഞാൻ ആരാണെന്നറിയാമോ? കവണ വെച്ച് വീശിയെറിയാൻ നല്ല മിടുക്കനാണ് ഞാൻ. കറക്റ്റ് വരെ ഏറെറിഞ്ഞാൽ അത് കറക്റ്റ് നിന്റെ നെറ്റിയിൽ കൊള്ളും, നീ താഴെ വീഴും. നിന്റെ വാളിനേക്കാൾ ശക്തിയുള്ളതാണ് എന്റെ കയ്യിലിരിക്കുന്ന കവണ, എന്റെ കയ്യിലുള്ള കല്ല് എന്നൊന്നും ഗോലിയാത്ത് പ്രസംഗിച്ചില്ല. ദാവീദ് പ്രസംഗിച്ചില്ല. ദാവീദ് പറഞ്ഞു, ഞാൻ സൈന്യങ്ങളുടെ നീ നിന്ദിക്കുന്ന
സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. വാസ്തവത്തിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം അതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ കയ്യിലുണ്ടായിരിക്കേണ്ടുന്ന ആയുധം യേശുവിൻ നാമം. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ആയുധം പിടിച്ചോണം. വേറെ ഏതെങ്കിലും ആയുധം പോരിന്റെ ആയുധമായി ജഡീകമായ ആയുധങ്ങൾ കൈവശമുണ്ടെങ്കിൽ അതിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നസ്രയനായ യേശുവിന്റെ നാമം എന്നുള്ള ശക്തിയുള്ള മൂർച്ചയുള്ള ഏതായുധങ്ങളെ കീഴ്പ്പെടുത്താവുന്ന സാത്താന്റെ ആയുധപ്പുരയിൽ 3 ആയുധങ്ങളേ ഉള്ളൂ: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഏതേൻ തോട്ടം മുതൽ ഉപയോഗിച്ച് തേഞ്ഞൊരു പരുവമായി കിടക്കുക. അതിപ്പോഴേ അതേ ഉള്ളു. മാറിയും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഉപയോഗിച്ചതാണ്. എന്നാൽ അത് തേഞ്ഞു പോകുന്നതാണ്. യേശുവിന്റെ അടുക്കൽ ഇതും കാണിച്ചുകൊണ്ടാ ചെന്നത്. പരീക്ഷാ സമയത്ത് ഈ 3 ആയുധങ്ങളുമായി: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ദൈവത്തിന് സ്തോത്രം. 1-ാം ആദാം ഏദെൻ തോട്ടത്തിൽ ഈ 3 ആയുധങ്ങളുടെ വെട്ടേറ്റ് പിടഞ്ഞു മരിച്ചപ്പോൾ 2-ാം ആദാമായ ക്രിസ്തു ഈ 3 ആയുധങ്ങളെയും തകർത്ത് ജയമെടുത്തു. യേശു 3 ആയുധങ്ങളെയും തോൽപ്പിച്ചു. ആ യേശു എന്നുള്ള നാമമാണ് നമ്മുടെ കൈവശമിരിക്കുന്ന ആയുധം. ഇത് നിങ്ങൾ ഉപയോഗിക്കണം. സ്വാധോലോകരുടെ മുഴങ്കാൽ അവിടെ മടങ്ങും. 2-ാമത്, ഭൂലോകരുടെ സകല മുഴങ്കാലും. ഇന്ന് ചെല്ല് പറയും, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലയോ, ഞങ്ങൾ മടക്കത്തില്ലെന്ന്. ഞങ്ങൾ മടക്കുകയില്ല എന്ന് ചെല്ല് പറയും. ഇന്ന് പറഞ്ഞോട്ട് കേട്ടോ. ഈ പറയുന്ന വ്യക്തികളെല്ലാം, ഞങ്ങൾ മടക്കുകയില്ലെന്ന് പറയുന്ന വ്യക്തികളെല്ലാം യേശു തേജസ്സോടുകൂടെ സിംഹാസനത്തിലിരിക്കുമ്പോൾ ഈ വീരന്മാരെ, ഈ കൊമ്പന്മാരെ, ഗംഭീരന്മാരെ കൊണ്ടുവന്ന് അവിടെ നിർത്തുമ്പോൾ തേജസ്സിന്റെ കിരീടം അണിഞ്ഞുകൊണ്ട് മഹിമയിലിരിക്കുന്ന കർത്താവിനെ കാണുമ്പോൾ ഇവരുടെ കാൽമുട്ടുകൾ വിറച്ച് തന്നെ അങ്ങ് മടങ്ങിപ്പോകും. തന്നെ മടങ്ങും. ഇല്ലെങ്കിൽ ഞാൻ പറയാ, പിടിച്ചു മടക്കും. മടങ്ങിയേ പറ്റൂ. സകല മുഴങ്കാലും മടങ്ങും. എല്ലാ മുഴങ്കാലും മടങ്ങും. കാരണം ബൈബിൾ അത് വളരെ വ്യക്തമായി പറയുന്നു. സകല ഭൂലോകരുടെയും. ദൈവത്തിന് സ്തോത്രം. സ്വർലോകരുടെ എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാരുടെ മുഴങ്കാൽ ഈ നാമത്തിന്റെ മുൻപാകെ മടങ്ങുന്നു. എല്ലാ നാമത്തിനും മീതെ അവന്റെ നാമത്തെ വെച്ചിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് സകല നാമങ്ങൾക്കും മീതെ അവന്റെ നാമത്തെ ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തത് ആ 20-ാം വാക്യത്തിൽ അടുത്ത അനുഗ്രഹം പറയുന്നുണ്ട്. സകലവും അവന്റെ കാൽ കീഴെയാക്കി. സകലവും അവന്റെ കാൽ കീഴെയാക്കി. 1-ാമത് കാൽ കീഴെ കൊണ്ടുവന്നത് സാത്താനെയാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെ. പകുതി ചതച്ചിട്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, വലിയ പൂച്ച കൊച്ചുപൂച്ചയെ എലിയെ പിടിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ. വലിയ പൂച്ച എലിയെ പിടിച്ചാൽ മുഴുവൻ കൊല്ലത്തില്ല, പകുതി കൊന്നിട്ട് കുഞ്ഞു പൂച്ചകളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് തള്ളപ്പൂച്ച മാറിയിരുന്ന് നോക്കും. ട്രെയിനിങ് കൊടുക്കുക. കുഞ്ഞുപൂച്ചകളെല്ലാം കൂടെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ചാടി വീണ് ഈ എലിയുടെ തലയിലോട്ട് ഇങ്ങനെ ഒരടി. അതിങ്ങനെ ഉടനെ പടയ്ക്കാൻ തുടങ്ങും. ഞാൻ അടിക്കുകയും പിടയ്ക്കുകയൊക്കെ കാണുമ്പോൾ ചില കുഞ്ഞു പൂച്ചകൾക്കും ചിലപ്പോൾ തൻ്റെ ഇടം അങ്ങ് പൊങ്ങും. കണ്ടില്ലയോ, ഇത് ഓടാതെ നിൽക്കുന്ന എന്റെ മിടുക്ക് കൊണ്ടാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അടിക്കുന്നതും ഇത് പിടയ്ക്കുന്നതും ഇത് ഓടാതെ നിൽക്കുന്നതും ഒക്കെ എന്റെ തടിമിടുക്കും തന്റെ ഇടവും കൊണ്ടാണെന്നാ. വിചാരിക്കരുത് അങ്ങനെ. കർത്താവായ യേശു പകുതി ചതച്ചിട്ട് നമ്മുടെ കയ്യിലോട്ട് തന്നിരിക്കുക ബാക്കി ചതയ്ക്കാൻ. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ. ചതയ്ക്കണമെങ്കിൽ കാൽ കീഴിട്ടാ ചതയ്ക്കേണ്ടത്. ചതയ്ക്കണമെങ്കിൽ കാല് നല്ലതായിരിക്കണം. എങ്ങനെയുള്ള കാല് വേണമെന്നറിയാമോ? ആ കാലിന്റെ പ്രത്യേകത എന്താണെന്ന്, തീയിൽ ചുട്ടുപഴിപ്പിച്ച യേശു കാലുകൊണ്ട് ചവിട്ടി മെതിച്ചു. ആ കാലിന്റെ വിശേഷത പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കണ്ടപ്പോൾ അഗ്നി ജ്വാലയിലിട്ട് തീയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ പാദങ്ങൾ. ദൈവസഭയെക്കുറിച്ചും വായിക്കുമ്പോൾ സിയോൻ പുത്രി നിന്റെ കാലുകൾ താമ്ര കാലുകൾ പോലെ ആക്കിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ 4 ജീവികളുടെ കാലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ കാളക്കിടാവിന്റെ കാല് പോലെ ചൊവ്വുള്ളതും താമ്രം, മിനുക്കിയ താമ്രം പോലെ. ദൈവത്തിന് സ്തോത്രം. നല്ല ഉറപ്പുള്ള കാലും കൊണ്ട് ചവിട്ടാൻ ചെന്നെങ്കിലേ പരിപാടി നടക്കത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മിനുക്കിയ താമ്രം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചൊവ്വുള്ള കാല് എന്നൊക്കെ പറഞ്ഞാൽ നിർമ്മലമായ നടപ്പ്, പരിശുദ്ധമായ നടപ്പ്. നടപ്പിനകത്ത് കുഴപ്പം പറ്റിയാൽ ചവിട്ടാൻ ചെന്ന് അവൻ ഇങ്ങോട്ട് ചവിട്ടും.
അതുകൊണ്ട് നല്ല നടപ്പുണ്ടെങ്കിൽ, നല്ല കാലുണ്ടെങ്കിൽ, ഉറച്ച കാലുണ്ടെങ്കിൽ, നിർമ്മലമായ കാലുണ്ടെങ്കിൽ, അഗ്നിശോധനയിലൂടെ കടന്നുപോയി ഉറച്ച കാലുണ്ടെങ്കിൽ ആ കാൽ കീഴയിട്ട് സാത്താനെ മെതിക്കുവാൻ കഴിയും. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴേ ആക്കിത്തരുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല ആ നാമം കൂടെ തന്ന് സാത്താനെ കീഴ്പ്പെടുത്തുവാൻ, പൂർണ്ണമായി പരാജയപ്പെടുത്തുവാൻ സകലവും അവന്റെ കാൽ കീഴാക്കി. അവന്റെ കാൽ കീഴിൽ സാത്താനെ കൊണ്ടുവന്നു, ജഡത്തെ കൊണ്ടുവന്നു, ലോകത്തെ കൊണ്ടുവന്നു, ലോകത്തിന്റെ പ്രഭുവായ സാത്താനെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾക്ക് എന്ത് വിശേഷത എന്ന് ചോദിച്ചാൽ, ക്രിസ്തു പറയുന്ന ഒരു വാക്ക് യേശു പറഞ്ഞിരിക്കുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തു ലോകത്തെ ജയിച്ചതുകൊണ്ട്, സാത്താനെ തന്റെ കാൽ കീഴെ കൊണ്ടുവന്നതുകൊണ്ട്, ലോകത്തെ തന്റെ കാൽ കീഴെ കൊണ്ടുവന്നതുകൊണ്ട്, ജഡത്തെ തന്റെ കാൽ കീഴെ കൊണ്ടുവന്നതുകൊണ്ട്, പാപത്തെ തന്റെ കാൽ കീഴെ കൊണ്ടുവന്നതുകൊണ്ട് നമുക്കും അവയെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ജയിപ്പാൻ കഴിയും. ജയജീവിതം എന്നുള്ളതിന്റെ മർമ്മമടങ്ങിയിരിക്കുന്ന ഈ ഒരു സബ്ജക്റ്റിലാണ്, ഈ വിഷയത്തിലാണ് ജയജീവിതത്തിന്റെ മർമ്മം. അവൻ സാത്താനെ ചതച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്നു. എന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഞാൻ സാത്താനെ ജയിച്ചിരിക്കുന്നു. അകലെ മാറി നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, ഞാൻ സാത്താനെ ജയിച്ചിരിക്കുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ ജഡത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ പിശാചിനെ ജയിച്ചിരിക്കുന്നു, പാപത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും ജയിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ജയജീവിതം ചെയ്യുവാൻ കഴിയുമോ എന്ന് നിരാശപ്പെട്ട് ചഞ്ചല ഹൃദയത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പോയിന്റിൽ തൂങ്ങിക്കൊള്ളണം. എന്റെ സ്വന്തം കഴിവുകൊണ്ട് സാധിക്കുമെന്ന് പറയരുത്. എന്റെ യേശു ജയിച്ചതിനാൽ എനിക്കും ജയിപ്പാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. സകലവും കാൽ കീഴെ കൊണ്ടുവന്നു. അടുത്തത്, അവനെ സർവത്തിനും മീതെ തലയാക്കി. യേശുവിനെ സർവത്തിനും മീതെ തലയാക്കി എന്ന് പറയുമ്പോൾ ക്രിസ്തു തലയാ. നമ്മുടെ തല, നമുക്ക് ഒറ്റ തലയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇപ്രാവശ്യം പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് മദ്രാസിൽ പോയപ്പോൾ നമ്മുടെ ചീഫ് പാസ്റ്റർ പറഞ്ഞ ഒരു വിഷയം, അപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു. ദൈവസഭയ്ക്ക് ഒരു തലയേ ഉള്ളൂ, ക്രിസ്തു. ക്രിസ്തുവിന് ഒരു തലയേ ഉള്ളൂ, പിതാവ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയാണ്, സാത്താന് 7 തലയുണ്ട്. പ്രത്യേകിച്ച് ആൺകുട്ടി എടുക്കപ്പെടുന്ന സമയം വരുമ്പോൾ സാത്താൻ 7 തല. സഭയ്ക്ക് ഒരു തലയേ ഉള്ളൂ, ക്രിസ്തു. ക്രിസ്തുവിന് ഒരു തലയേ ഉള്ളൂ, പിതാവ്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ തലയാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് എത്ര തലയുണ്ട്? ഒരു തല. ആരാണ്? ക്രിസ്തു. തലയായവനിൽ നിന്നല്ലോ സന്ധികളാലും ഞരമ്പുകളാലും ദൈവസഭയെ ബന്ധപ്പെടുത്തുമ്പോൾ പറയുകയാണ്, ആ ക്രിസ്തുവിനെ തലയോടും സഭയെ ശരീരത്തോടും, ഈ തലയെയും ശരീരത്തെയും തമ്മിൽ ബന്ധിച്ചിരിക്കുന്നത് കഴുത്തുകൊണ്ടാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. തലയ്ക്ക് ഡയറക്റ്റ് അല്ല ശരീരവുമായിട്ട് ബന്ധം, കഴുത്തുണ്ട്. ഈ കഴുത്തില്ലാതെ തല നേരിട്ട് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഉപ്പുമാങ്ങ ഭരണി പോലിരിക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ക്രിസ്തു തലയായിരിക്കവേ, സഭ ശരീരമായിരിക്കവേ, ഈ കഴുത്ത് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ആണെന്ന് പഠിച്ചോണം. അങ്ങനെ ബന്ധിച്ചിരിക്കുന്നത്, അതാ അതിന്റെ ഓർഡർ. തലയാകുന്ന ക്രിസ്തുവിനെ ശരീരവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന കഴുത്തുമൂലമായിട്ടാണ്. അതിനെ സഭയെ കെട്ടിടത്തോട് ബന്ധിപ്പിക്കുമ്പോൾ ക്രിസ്തുവേശു മൂലക്കല്ലും അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ അടിസ്ഥാനക്കല്ലും അതിന്റെ മുകളിൽ പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളും. അപ്പോൾ ഈ കല്ലുകളെ അടിസ്ഥാന മൂലക്കല്ലോട് ബന്ധിപ്പിക്കുന്ന ഇടയ്ക്കൊരു മാധ്യമമുണ്ട്, അതാണ് അടിസ്ഥാന കല്ലുകൾ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഓർത്തോണം, നിങ്ങൾക്ക് ദൈവത്തിന്റെ സഭയ്ക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധം ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ്. എല്ലാം വിചാരിക്കും പാസ്റ്റർമാരൊന്നും ഞങ്ങൾക്ക് വിഷയമല്ലെന്നേ, ഞങ്ങൾ നേരിട്ട് കർത്താവുമായിട്ട് കാര്യങ്ങൾ നടത്തിയെടുത്തോളാമെന്ന്. അല്ല, അങ്ങനെയല്ല അതിന്റെ പ്രമാണം. അതാ ഞാൻ മുമ്പേ പറഞ്ഞ, കഴുത്തില്ലാതെ തലയും ശരീരവും കൂടെ ഒട്ടിച്ചു വെച്ചാൽ മുമ്പേ പറഞ്ഞ പോലെ ഇരിക്കും. അതുകൊണ്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവദാസന്മാർ, നടത്തിപ്പുകാർ, ശുശ്രൂഷക്കാർ, അവരെ കൂടാതെ നേരിട്ട് കർത്താവുമായി ബന്ധപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല.
നേരിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ കർത്താവ് ചോദിക്കും, എന്തിയേ നിങ്ങൾ തന്നെ വന്നതെന്താ എന്ന് ചോദിക്കും. അതുകൊണ്ട് അങ്ങനെ പറ്റുകയില്ല. ആ ബന്ധത്തെ എപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. അവനെ തലയാക്കി വെച്ചിരിക്കും. ദൈവസഭയ്ക്ക് ഒരു തലയുണ്ട്, ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. സമയം പോകുന്നതുകൊണ്ട് നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി അവനെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവിനെ ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഭയ്ക്ക് ക്രിസ്തുവിനെ കൊടുത്താൽ, ക്രിസ്തുവിനെ കിട്ടിയാൽ ബാക്കി എല്ലാം ഉണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിനെ ദൈവത്തിന്റെ സഭയ്ക്ക് കിട്ടിയപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു ധനികനായ മനുഷ്യന് ഒരേ ഒരു മകൻ, ഉദാഹരണം അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക്. റിബേക്ക വിവാഹം ചെയ്യപ്പെട്ട് ഇസഹാക്കിന് തന്റെ വീട്ടിൽ വന്നു കയറിയപ്പോൾ അബ്രഹാമിനുള്ള സകലത്തിനും ഇസഹാക്ക് അവകാശിയായി, ഇസഹാക്കിനുള്ള സകലത്തിനും റിബേക്ക അവകാശിയായി. പിതാവായ ദൈവത്തിനുള്ള സകലത്തിനും ക്രിസ്തു ഉയർത്തിലേക്ക് പിതാവിന്റെ വലഭാഗത്ത് ചെന്നപ്പോൾ അവൻ അവകാശിയായി തീർന്നു. പിതാവിനുള്ള സകലത്തിനും ക്രിസ്തു അവകാശി, ക്രിസ്തുവിനുള്ള സകലത്തിനും സഭ അവകാശി. അങ്ങനെയാണ് കൂട്ടവകാശം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ലഭിക്കുന്ന ഒന്ന് രണ്ട് അനുഗ്രഹങ്ങൾ കൂടെ പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. 1 തെസ്സലോനിക്കർ 4:14 യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നിദ്ര കൊണ്ടവരെയും ക്രിസ്തു മൂലം പിതാവായ ദൈവം തന്നോടുകൂടെ വരുത്തും. മരണത്തിനപ്പുറമായി നമുക്കുള്ള പ്രത്യാശ, ഉയർത്തെഴുന്നേൽപ്പിൻ പ്രത്യാശ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. 2 തീമോത്തിയോസ് 2:8 വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ അപ്പോസ്തലന് അത് സുവിശേഷമായി ലഭ്യമായി. അടുത്ത വാക്യം പറയുമ്പോൾ, അത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിക്കേണ്ടി വരുന്നു എന്ന്. സുവിശേഷമായി പ്രസംഗിക്കപ്പെടുവാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരു പോയിന്റായി തീർന്നിരിക്കുന്നു. 1 പത്രോസ് 1:3 ദൈവത്തിന് സ്തോത്രം, അവന്റെ പുനരുത്ഥാന നിമിത്തമായി കരുണാധിക്യപ്രകാരം, ദൈവത്തിന് സ്തോത്രം, കരുണാധിക്യപ്രകാരം ദൈവത്തിന് സ്തോത്രം ഒരു ജീവനുള്ള പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നു. ക്ഷയം മാലിന്യം വാട്ടമില്ലാത്ത ഒരു അവകാശം, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി കല്ലറയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അവൻ ഇന്ന് പിതാവിന്റെ വലഭാഗത്തായിരിക്കുന്നു. അവൻ നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അതിന്മേലാണ്. അതിന്മേൽ പണിയപ്പെടട്ടെ, അതിന്മേൽ നിലനിൽക്കട്ടെ. നമുക്ക് വേണ്ടി ഒരുവനുണ്ട്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തു മരിച്ചു, ക്രിസ്തു കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്റെ പിൻപിൽ ചാർട്ട് കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, സങ്കലന യുഗത്തിൽ ക്രിസ്തു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. നമുക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗത്തിരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. മുഴങ്കാൽ മടക്കാം എല്ലാവരും. സ്തോത്രം. യേശു ക്രിസ്തു മരിച്ചു, അതിലാണ് പാപക്ഷമ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലഭാഗത്തേക്ക് പോയിരിക്കും. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, എല്ലാ നാമത്തിനും മീതെ അത്യന്തം വലിയ നാമം അവന് നൽകിയിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സകലവും അവന്റെ കാൽ കീഴെ കൊണ്ടുവന്നിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ അവനെ സഭയ്ക്ക് തലയാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ സഭയ്ക്ക് ക്രിസ്തുവിനെ ദാനമായി, ക്രിസ്തുവിനെ അവകാശമായി കൊടുത്തിരിക്കുന്നു. ആ സഭയ്ക്ക് ക്രിസ്തുവിനെ അവകാശമായി കൊടുത്തതുകൊണ്ട് ആ കൂട്ടവകാശം എന്ന ബന്ധത്തിലേക്ക് പിതാവിനുള്ള സർവവും ക്രിസ്തുവിന്, ക്രിസ്തുവിനുള്ള സർവവും സഭയ്ക്ക്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ പിതാവായ ദൈവം ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരെ ക്രിസ്തു മൂലമായി, ക്രിസ്തു മൂലമായി, ക്രിസ്തു മൂലമായി, ക്രിസ്തു മൂലമായി, ക്രിസ്തു മൂലമായി